ഇതുവരെ വന്നിട്ടുള്ള എക്സിറ്റ് പോൾ പല സൂചനകളെല്ലാം നോക്കുമ്പോൾ NDA വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്നുള്ള സൂചനകൾ വരുന്നു. ഏറ്റവും കുറഞ്ഞത് 350 മുതൽ 371 വരെ ഏറ്റവും ഒടുവിൽ വരുന്ന ജൻ കി ബാത് 392 400 അവരുടെ അവകാശവാദമാണെങ്കിൽ ഇന്ത്യയുടെ അവകാശവാദമാണെങ്കിൽ അതിന് 390 അടുത്ത് വരുന്നു ജൻ കി ബാത്തിന്റെ സർവേ. എല്ലാ സർവേകളും 1 മുതൽ 3 സീറ്റ് വരെ NDAക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു സീറ്റും ഏറ്റവും കൂടിയ 3 സീറ്റും NDAക്ക് സർവേകളിൽ 0 എന്നൊരു കണക്കില്ല ഉണ്ട്. LDF 0 പറയാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്ന ഒരു സർവേകളിലും NDAക്ക് 0 എന്നൊരു ഫിഗർ ഇല്ല. 1 മുതൽ 3, 1 മുതൽ 4, 1 മുതൽ 2 എന്നുള്ള കണക്കുകൾ പറയുന്നു. അപ്പോൾ കേരളത്തിൽ NDA അക്കൗണ്ട് തുറക്കാൻ പോകുന്നു. രാജ്യത്ത് വലിയ NDA തരംഗം എന്നുള്ളത് തന്നെ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ PMARC അടക്കം ജൻ കി ബാത്ത് അടക്കം ആക്സിസ് മൈൻഡിയുടെ സർവേ മാത്രമാണ് ഇനി വരാനുള്ളത്. ബാക്കിയെല്ലാം പുറത്തു വന്ന നാഷണൽ വൈഡ് ഫിഗേഴ്സ് പറയുമ്പോൾ 300 ഒരു 350+ NDA സഖ്യം വളരെ ക്ലിയർ മെജോറിറ്റിയിൽ അധികാരത്തിലേക്ക് വരുന്നത്. PP ജെയിംസ് ചെയ്യുന്നുണ്ട്. ജെയിംസ്, ഇതുവരെ വരുന്ന കണക്കുകൾ നോക്കിയാൽ നമ്മൾ ഇതുവരെ കേട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കേട്ട അല്ലെങ്കിൽ യോഗേന്ദ്ര യാദവ് പറയുന്നത് കേട്ട അല്ലെങ്കിൽ ചില മാധ്യമപ്രവർത്തകർ ഗ്രൗണ്ടിൽ പോയി പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ കഥയില്ല. പ്രതിപക്ഷ സഖ്യത്തിന് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ സഖ്യം ഒരുപക്ഷെ 2019 അതിദേശീയതയുടെ സമയത്തേക്കാൾ കൂടുതൽ വലിയ വേവിൽ അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കണോ? ഹാഷ്മി, പൊതുവെയുള്ള ഇത് കാണുന്നത് വലിയ ഭൂരിപക്ഷത്തിന് NDA സഖ്യം BJPയുടെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള സൂചനകളാണ് കാണുന്നത്. എന്ന് മാത്രമല്ല ഹാട്രിക് അടിക്കുന്നു. 2 തവണ പ്രധാനമന്ത്രിയായി എത്തിയത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം 3ാം തവണയും പ്രധാനമന്ത്രിയാവുന്നതിൻ്റെ സൂചനകളാണ് എക്സിറ്റ് പോൾ കാണിക്കുന്നത്. എക്സിറ്റ് പോൾ എപ്പോഴും ശരിയായി എന്ന് പറയണമെന്നില്ല, പക്ഷേ ഒരു പോളിലും ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷത്തിന് അനുകൂലമായ ഒരു പോൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പൊതുവെ പോളുകളെല്ലാം കാണിക്കുന്നത് വലിയ ഭൂരിപക്ഷമാണ്. ഒരു 270 സീറ്റാണ് വേണ്ടത്. BJPക്ക് മാത്രം ആയിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയുണ്ട്. ഒപ്പം തന്നെ 371 സീറ്റുകൾ ആണ് NDTV, റിപ്പബ്ലിക് TV പറയുന്നത്. 351, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 392 ഇതൊക്കെയാണ് കാണിക്കുന്നത്. 400 സീറ്റുകൾ എന്ന രീതിയിലുള്ള പ്രൊജക്ഷനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ വെച്ചത്. അതൊരു പെർസെപ്ഷൻ ബിൽഡിംഗ് ആയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നുവെന്ന് വേണം എക്സിറ്റ് പോളുകളെ വിശ്വസിക്കാമെങ്കിൽ പറയുക. പറയുമ്പോൾ പോലും ജൻ കി ബാത്ത് എന്ന് പറയുന്ന അത്തരം ഒരു മോശം ഏജൻസി അല്ല. 392 പ്രൊഡിക്റ്റ് ചെയ്യാണ് ഇന്ത്യക്ക് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ 8 സീറ്റ് മാത്രം കുറവ്. 392 തീർച്ചയായിട്ടും. ഒപ്പം തന്നെ ഗോപി, കേരളത്തിലെ റിസൾട്ട് ഇത് കാണിക്കുന്നത് UDFന് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം തന്നെയാണ്. ഏതായാലും ഇതിവിടെ കയറുന്നതിന് മുമ്പ് യാദൃച്ഛികമായിട്ട് പ്രതിപക്ഷ നേതാവ് സതീശനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അവകാശവാദം 17 മുതൽ 20 സീറ്റിൽ UDF ജയിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് 17 മുതൽ 19 വരെ UDFന് അനുകൂലമായിട്ട്. പക്ഷെ നമ്മളെ അമ്പരപ്പിക്കുന്നത് അതൊക്കെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ തന്നെ ആയിരിക്കും കേരളത്തിലെ സ്ഥിതി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതായത് 1 മുതൽ 4 വരെ LDFന് ഇല്ല എന്നൊരു അവസ്ഥ താങ്കൾ കരുതുന്നുണ്ടോ? 1 മുതൽ 3 വരെ NDAക്ക് പ്രവചിക്കുന്ന ABP LDFന് കൊടുക്കുന്ന 0ആണ്. UDFനെ സംബന്ധിച്ചിടത്തോളം 17 18 സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 3 4 സീറ്റിലെങ്കിലും LDF ജയിക്കാനുള്ള സാധ്യതയുണ്ട്. NDAയുടെ കാര്യത്തിൽ കഴിഞ്ഞ തവണയും 2 സീറ്റിൽ NDA ജയിക്കുമെന്ന് നാഷണൽ സർവേകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അക്കൗണ്ട് തുറക്കാൻ NDAക്ക് കഴിഞ്ഞില്ല, BJPക്ക് കഴിഞ്ഞില്ല. ഏതായാലും നമുക്ക് ദേശീയ പിക്ചർ എന്താണ്, ഒരു നാഷണൽ പിക്ചർ എന്താണെന്ന് നോക്കാം. വീണ്ടും വിജയകുമാർ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തൊക്കെയാണ്? അല്ല, കഴിഞ്ഞ തവണത്തെ കേരളത്തിന്റെ പ്രൊഡിക്ഷനിൽ 0 to 1 ആയിരുന്നു പലരും പറഞ്ഞത്. ഇത്തവണ 0 ഒഴിവാക്കുന്നു എന്നുള്ളതാണ് BJPയുടെ കാര്യത്തിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഫല സൂചന. നമുക്ക് വീണ്ടും നമ്മൾ നാഷണൽ ടാലിയിലേക്ക് പോവുകയാണെങ്കിൽ NDAയുടെ സീറ്റ് നില 359 എന്നത് റിപ്പബ്ലിക് PMARCന്റെ കണക്ക്. അത് ഇതിനോടകം നമ്മൾ കണ്ടു. അതിൽ ഇന്ത്യ അലയൻസിന് അത് NDA 371 ഡി ഡൈനാമിക്സ് ഇന്ത്യ ന്യൂസിന്റെ കണക്കാണ്. ഇതൊരു പോൾ ഓഫ് പോൾസ് എന്ന മട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഈ കണക്കുകളെ ഒക്കെ പറയാം. ഇവിടെ ജൻ കി ബാത്തിൻ്റെതാണ് അത്ഭുതകരമായ കണക്ക്. 362 മുതൽ 392 വരെ എന്ന് വെച്ചാൽ 400ന് തൊട്ടടുത്ത സീറ്റ് NDA നേടുമെന്ന് പറയുന്നത് ജൻ കി ബാത്താണ്. മെട്രിക്സ് ഇവിടെ 353 മുതൽ 368 വരെ എന്ന കണക്കാണ് റിപ്പബ്ലിക്കിനുമായി ചേർന്ന് നടത്തിയ കണക്കിൽ പറയുന്നത്. അങ്ങനെ ഇതുവരെ വന്ന നാഷണൽ ടാലിയിലെല്ലാം
350-നും ഏതാണ്ട് 392-നും ഇടയിലുള്ള കണക്കുകളാണ് അല്ലെങ്കിൽ സംഖ്യയാണ് BJPക്ക് NDAക്ക് ഇവിടെ പ്രവചിക്കുന്നത്. ഇതിൽ മറ്റ് അല്ലെങ്കിൽ ഇതിലെ ഘടകകക്ഷികളുണ്ട്. BJP എലോൺ അവർക്ക് എത്ര സീറ്റുണ്ട് എന്നതിൻ്റെ കൃത്യമായ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കോൺഗ്രസ് എത്ര മുന്നോട്ട് പോകും എന്നത് അറിയേണ്ടതുണ്ട്. ഇന്ത്യ സഖ്യത്തിന് ഒരു 160 വരെയുള്ള സീറ്റ്, 140-നും 160-നും ഇടയിൽ സീറ്റ് ഇവിടെ പ്രവചിക്കുന്നുണ്ട് ഇതിനോടകം ഒട്ടുമിക്ക സർവേകളും. അല്ലെങ്കിൽ 120 മുതൽ 140 വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും സീറ്റുകൾ ഇവിടെ ഏറ്റവും കുറഞ്ഞത് 120, ഏറ്റവും കൂടുതൽ 170 വരെയൊക്കെ ആകാനുള്ള സാധ്യത ഇന്ത്യ സഖ്യത്തിനുണ്ട്. ഒരു ബ്ലോക്ക് എന്ന നിലയിൽ അവരുടെ പെർഫോമൻസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോഴും NDAക്ക് കാര്യമായ കോട്ടം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയല്ല, അവർ കഴിഞ്ഞ 2019-നേക്കാൾ നില മെച്ചപ്പെടുന്നുണ്ട്. NDA വലിയ തിരിച്ചടി നേരിടുമെന്ന് പൊതുവെ വിലയിരുത്തിയിരുന്ന കർണാടകയിൽ അവർക്ക് കാര്യമായ നഷ്ടമുണ്ടാകുന്നില്ല. ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നഷ്ടമുണ്ടാകുന്നുവെങ്കിലും അതത്ര കാര്യമല്ല. പക്ഷേ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവർ നില മെച്ചപ്പെടുത്തുന്നുണ്ട്. തെലങ്കാനയിലും ആന്ധ്രയിലും നില മെച്ചപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഈ കണക്കുകൾ നമ്മളുടെ മുന്നിൽ വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിൽ BJPക്ക് സീറ്റ് കിട്ടും, NDAക്ക് സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. കേരളത്തിലും 1-2 സീറ്റിന്റെ സാധ്യത ഈ സർവേകൾ പലരും സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിജയകുമാർ, ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് ഒരുപക്ഷെ സീറ്റുകൾ നഷ്ടമായേക്കാം. കാര്യം അവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നവരുടെ പ്രതീക്ഷ പറയുന്ന യുക്തി അവർ ഹിന്ദി ഹൃദയഭൂമിയിൽ നേടാവുന്നതിന്റെ പരമാവധി സാച്ചുറേഷൻ ലെവൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അതിന് കുറേയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. അഥവാ സൗത്തിൽ സീറ്റ് പിടിക്കുകയാണെങ്കിൽ സൗത്തിൽ തന്നെ അതിന്റെ നേട്ടം പിടിക്കുന്ന നേട്ടം സൗത്തിൽ ബാക്കി സീറ്റ് നഷ്ടത്തോട് ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇത് ഒരു വിലയിരുത്തലും സംഭവിക്കുന്നില്ല. എന്താണ് 2014 ഉണ്ടായിരുന്ന ഫാക്ടേഴ്സ്, 2019 ഉണ്ടായിരുന്ന ബലാക്കോട്ട് അടക്കം അതിദേശീയതര ഫാക്ടേഴ്സ്, 2014 അഴിമതി വിരുദ്ധ പോരാട്ടം, അല്ലെങ്കിൽ ഒരു മസ്കുലിൻ മോഡി എന്നുള്ള പ്രചരണം, ഇതൊന്നും ഒരു പുതിയ ഫാക്ടേഴ്സായി ഇല്ല എന്ന് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ പറഞ്ഞെങ്കിൽ ഇക്കുറി എന്തായാലും ഒരു തരംഗമുണ്ട്. ആ തരംഗം മോദി അനുകൂല തരംഗം തന്നെയാണ്, ഭരണാനുകൂല തരംഗമാണെന്നല്ലേ ഈ കണക്കുകൾ ശരിയാണെങ്കിൽ വിശ്വസിക്കേണ്ടത് വിജയകുമാർ? ഇതിൽ നമ്മൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധേയമായ ഒരു പരാമർശമാണ് ലാഭാർത്ഥി എന്നൊരു പ്രയോഗം നമ്മളുടെ പൊളിറ്റിക്കൽ പണ്ഡിറ്റുകൾ നമ്മളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന്റെ വെൽഫെയർ സ്കീമുകളുടെ ആനുകൂല്യം പറ്റിയ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നില പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിട്ടുള്ളത് വനിതാ വോട്ടർമാരാണ്. ഇവിടെ വനിതാ വോട്ടർമാരുടെയും പുതിയ വോട്ടർമാരുടെയും പിന്തുണ നരേന്ദ്രമോദിക്കാണ് എന്ന് BJP ക്ലെയിം ചെയ്തിരുന്നു. ഒരുപക്ഷെ അതൊരു നിശബ്ദ തരംഗമായി ഇവിടെ വന്നു ഭവിച്ചിട്ടുണ്ടോ എന്നതിൽ വിശകലനം ആവശ്യമാണ്. ഒരുപക്ഷെ നമുക്ക് അന്തിമ ഫലം വോട്ട് കൗണ്ട് ചെയ്ത് കിട്ടുന്ന കണക്ക് വെച്ചിട്ടായിരിക്കാം നമുക്ക് അത്തരം ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ കഴിയും. ഒരു കാര്യം കൂടി PP ജെയിംസിലേക്ക് ഞാനൊന്ന് പോകുന്നു. PP ജെയിംസ്, ഇവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഹിന്ദി ഹൃദയ ഭൂമിയിൽ വലിയ പ്രശ്നങ്ങൾ BJP നേരിടുന്നില്ല. അതേസമയം തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറെ കൂടി അനുകൂലമായ ഒരു സാഹചര്യം BJPക്ക് ഉണ്ടാകുന്നു എന്നാണല്ലോ ഈ എക്സിറ്റ് പോൾ ഫല സൂചനകളൊക്കെ നൽകുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചത്? ഇപ്പോൾ തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പ് DMK മുന്നണിക്ക് ഉണ്ടാകുമെന്ന് കരുതി, അങ്ങനെയല്ല. കേരളത്തിൽ 1 മുതൽ 3 സീറ്റ് വരെ BJPക്ക് കിട്ടുമെന്ന് പറയുന്നു. ആന്ധ്രാപ്രദേശിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ? നരേന്ദ്രമോദി 4 തവണ കേരളത്തിൽ വന്നു, മുന്നേറ്റം നേടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ആ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് കാണുന്നില്ല. പ്രത്യേകിച്ച് കർണാടകത്തിൽ. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസ് സഖ്യം കഴിഞ്ഞ തവണത്തേതുപോലെ ഇല്ലെങ്കിലും അവർക്ക് വലിയൊരു മുൻതൂക്കമുണ്ട്. പക്ഷെ അവിടെ BJP 1 മുതൽ 3 സീറ്റ് നേടുന്നു എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഒരു സർവേയിൽ LDFന് 0 സീറ്റ് എന്ന് പറയുന്നത് അതിനോട് ഞാൻ തീർത്തും യോജിക്കുന്നില്ല. കാരണം എന്തായാലും 5 മണ്ഡലത്തിലെങ്കിലും LDFും UDFും തമ്മിൽ കട്ടയ്ക്ക് മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും NDA വലിയ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ താമര വിരിയാനുള്ള സാധ്യതയൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഞാൻ അവിടെ പോയതാണ്. പല സ്ഥലങ്ങളിലും വിചാരിക്കാത്ത രീതിയിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ളത് ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിച്ചത് വിജയിക്കണമെന്ന നിർബന്ധമല്ല. ഒരുപക്ഷെ 3 സ്ഥാനാർത്ഥികൾ തമ്മിൽ ഇത് നടക്കുമ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിക്കും മുരളിക്കൊക്കെ ഈക്വൽ ചാൻസ് ഉണ്ട്. പക്ഷേ താമര വിരിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ കേരളത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം LDF എങ്ങനെ പോയാലും 5 സീറ്റുകളിൽ കട്ടയ്ക്ക് മത്സരം കൊടുക്കുന്നുണ്ട്. ഒരു 3-4 സീറ്റിൽ എന്തായാലും വിജയിക്കാൻ ഉറപ്പാണ്. എന്തായാലും ഇതൊക്കെയാണെങ്കിലും
UDF-ന് അനുകൂലമായ ട്രെൻഡ് നമ്മുടെയൊക്കെ സർവേയിൽ പറഞ്ഞതാണ്. ആ കേരളത്തിലുണ്ട്. trend പക്ഷേ ABP ഒക്കെ നിലനിൽക്കുന്നു. പറയുന്നത് പോലെ LDF-ന് 0 സീറ്റ്, NDA-ക്ക് 1 മുതൽ 3 സീറ്റ് വരെ കൊടുക്കുന്ന സർവേ LDF-ന് 0 സീറ്റ് എന്നുള്ളതൊന്നും വിശ്വാസയോഗ്യമായ ഒരു സർവേ ആണെന്ന് കരുതാൻ കഴിയില്ല. എന്തായാലും ആക്സിസ് മൈ ഇന്ത്യ അവർ തന്നെ അവകാശ 43 ദിവസങ്ങളിൽ 22,288 വില്ലേജുകൾ കൂടി 5.8 ലക്ഷം എന്താണ് സാമ്പിൾ എടുത്ത് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചുണ്ടാക്കിയ സർവേയാണ്. ആ സർവേ പുരോഗമിക്കുമ്പോൾ 543-ൽ 127 സീറ്റ് ഫലപ്രഖ്യാപനം അവർ പറയുമ്പോൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ സൂചനകൾ പറയുമ്പോൾ അതിൽ NDA സഖ്യത്തിന് 54 മുതൽ 65 സീറ്റ് വരെയാണ്, ഇന്ത്യ സഖ്യത്തിന് 60 മുതൽ 71 സീറ്റ് വരെയാണ്. അവർ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ആക്സിസ് മൈ ഇന്ത്യ കുറച്ചുകൂടി വളരെ പ്രധാനപ്പെട്ട അവിടെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? UP, ബീഹാർ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ രാജ്ദീപ് സർദേശായി ദ നമ്പർ വിൽ ബി സർപ്രൈസിംഗ് എന്ന് പറഞ്ഞൊരു സർപ്രൈസ് അവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.